കഴിഞ്ഞ എത്രയോ മാസങ്ങളായി സമരം ചെയ്തത്. ആ ഭൂമി അവർക്ക് തിരിച്ചു കൊടുക്കാൻ എന്ത് വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്? അവരുടെ വോട്ട് വാങ്ങിയല്ലേ നിങ്ങൾ എല്ലാവരും ജയിച്ചത്? മുനമ്പത്ത് ഭൂമി നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, 600-ലേറെ കുടുംബങ്ങൾ, അവർ ഈ കോടതി വരാന്തകൾ കയറിയിറങ്ങി എത്ര നാൾ ജീവിക്കും? മാത്രമല്ല അവരോട് അവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് വയനാട് ജില്ലയിൽ ഏതാണ്ട് 16ഓളം പഞ്ചായത്തുകൾ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. 2-3 പഞ്ചായത്തുകൾ മുഴുവനായിട്ടും വഖഫിന്റെ ഭൂമിയാണ്. തലപ്പുഴയിൽ പാവപ്പെട്ട ഒരു മുസ്ലിം കുടുംബമടക്കം അവിടെയുള്ള ജീവിക്കുന്ന സാധാരണ ആളുകളോട് വീട് വിട്ടൊഴിയാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമല്ല, ഇവിടെ കോഴിക്കോട് ജില്ലയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി വഖഫിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഒഴിയാൻ ആവശ്യപ്പെട്ട എത്രയോ വാർത്തകൾ പുറത്തു വന്നു. ഈ കോഴിക്കോട് സിറ്റിയിൽ കാരപ്പറമ്പിൽ ഒരു അംഗനവാടി പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ ഭൂമി വഖഫിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമി പിടികിടക്കാൻ നീക്കം നടക്കുന്നു. ഇങ്ങനെ കേരളത്തിലെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്വകാര്യ ഭൂമികൾ, പൊതുഭൂമികൾ, കോർപ്പറേഷൻ ഭൂമികൾ, സർക്കാരിന്റെ ഭൂമികൾ ഇതെല്ലാം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ കൈയടക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതൊരു വലിയ സാമൂഹിക പ്രശ്നമല്ലേ? ആ സാമൂഹിക പ്രശ്നത്തെ നാം അഡ്രസ് ചെയ്യണ്ടേ? ആ സാമൂഹിക പ്രശ്നം പരിഹരിക്കണ്ടേ? അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിന്റെ കൂടെയല്ലേ ഈ രാജ്യത്ത് പുരോഗമന പാർട്ടികൾ എന്ന് പറയുന്നവർ നിൽക്കേണ്ടത്? പക്ഷെ നിർഭാഗ്യവശാൽ ഈ കോൺഗ്രസും CPM-ഉം ഇന്ന് അവർ പറയുന്നത് ഈ ബില്ലിനെ എതിർക്കുമെന്ന്. നിങ്ങൾ എതിർത്താലും എതിർത്തില്ലെങ്കിലും ബില്ല് പാസ്സാകും. പക്ഷെ അതല്ല പ്രശ്നം. നിങ്ങൾ ഈ സ്വീകരിക്കുന്ന സമീപനം ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കെതിരായിട്ടാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സഭകളും ഈ MP-മാരോട് പറഞ്ഞല്ലോ നിങ്ങൾ ഈ ബില്ലിനെ അനുകൂലിക്കണമെന്ന്? എന്താ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ? കേരളത്തിലെ പാർലമെന്റ് മെമ്പർമാർക്ക് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം മാത്രമാണോ? ക്രിസ്ത്യൻ സമൂഹം ന്യൂനപക്ഷമല്ലേ? ന്യൂനപക്ഷത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹത്തിന് കൂടി നിൽക്കണ്ടേ? കേരളത്തിലെ പ്രധാനപ്പെട്ട ബിഷപ്പ് കൗൺസിലുകളെല്ലാം തന്നെ അവരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ നിയമത്തെ നിങ്ങൾ പിന്തുണക്കണമെന്ന് കേരളത്തിലെ MP-മാരോട് പറഞ്ഞിട്ട് അത് കേട്ട ഭാഗം പോലും കേൾക്കാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സഭകളോട് നിങ്ങൾ ഒരു നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സഭകളുടെ ആവശ്യത്തെ നിരാകരിക്കാൻ തയ്യാറാകുന്നത്? അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, കേരളത്തിൽ ഈ കോൺഗ്രസുകാർക്കും CPM-കാർക്കും ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം മാത്രമാണോ? അതോ ക്രിസ്ത്യൻ സമൂഹം ന്യൂനപക്ഷമല്ലേ? ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു പ്രശ്നത്തിന് നിങ്ങൾക്ക് ചെവി കൊടുക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? കാലാകാലമായി അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ മാത്രം മതി എന്നാണോ? MK രാഘവൻ ജയിച്ചത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂടെ വോട്ട് കൊണ്ടാണല്ലോ. തിരുവമ്പാടിയിലും താമരശ്ശേരിയിലുമെല്ലാം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് MK രാഘവന് കിട്ടിയിട്ടുണ്ടല്ലോ. ഈ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ബിഷപ്പ് ഹൗസുകളും MK രാഘവൻ കയറി ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ ബിഷപ്പുമാർ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ബിഷപ്പ് കാത്തലിക് കൗൺസിൽ അവർ ഏകകണ്ഠമായിട്ട് പറഞ്ഞല്ലോ MP-മാരോട്, MK രാഘവൻ ഉൾപ്പെടെയുള്ള MP-മാരോട് നിങ്ങൾ ഈ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്ന്. അപ്പൊ കേരളത്തിലെ സഭാ നേതൃത്വം പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രധാനം മുസ്ലിം മതമൗലികവാദ സംഘടനകൾ പറയുന്നതാണ്. കേരളത്തിലെ ബിഷപ്പുമാർ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വേദവാക്യം കേരളത്തിലെ മുസ്ലിം ഭീകരവാദ ഗ്രൂപ്പുകൾ പറയുന്നതാണ്. MK രാഘവന് വോട്ട് ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹം ആലോചിക്കണം, നിങ്ങളുടെ സഭാ മേലധ്യക്ഷന്മാരെക്കാൾ MK രാഘവന് പ്രധാനം ഈ കോഴിക്കോട്ടെ മുസ്ലിം മതമൗലികവാദ നേതൃത്വമാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? ഈ സഭാ നേതൃത്വത്തിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? മാത്രമല്ല, തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഈ സഭാ നേതൃത്വത്തിന് ഉറപ്പ് കൊടുത്തല്ലേ? അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ പാലക്കാട്ടും ചേലക്കരയിലുമെല്ലാം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇതേ കോൺഗ്രസിന്റെ നേതൃത്വം സഭാ മേലധ്യക്ഷന്മാരെ കൊണ്ട് ഉറപ്പ് കൊടുത്തതാണല്ലോ, ഞങ്ങൾ ഭേദഗതി ബില്ല് വരുമ്പോ ഞങ്ങൾ ആ സമയത്ത് ആലോചിക്കാം, നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കാം. പക്ഷേ ഇപ്പൊ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റുന്നത്? അപ്പൊ അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിക്കുന്നത് ഈ ആത്മവഞ്ചനയെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. കേരളത്തിലെ ജനം മനസ്സിലാക്കേണ്ടത്, വഖഫ് ബോർഡ് ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭൂമി കവർന്നെടുക്കുന്ന കേസിൽ വഖഫ് ബോർഡാണ് ഒന്നാം പ്രതിയെങ്കിൽ കേരളത്തിലെ UDF-ന്റെയും LDF-ന്റെയും MP-മാരാണ് രണ്ടാം പ്രതികൾ. രണ്ടു കൂട്ടരെയും ഒരേപോലെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.
അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ കേരളം തയ്യാറാകും. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ പല ഭാഗത്തും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വരുന്നത്. എത്രയോ നിഷ്പക്ഷപാതികളായ സംഘടനകൾ, വ്യക്തികൾ, അവരെല്ലാവരും ഈ നിയമം പാസ്സാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്നത് കേരളത്തിലെ CPM-ന്റെയും കോൺഗ്രസിന്റെയും ജനവിരുദ്ധമായിട്ടുള്ള ഈ നിലപാട് തിരിച്ചറിയുന്നതുകൊണ്ടാണ്. എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? BJP ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം അത് നാടിന് ഗുണകരമാണെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാകണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്, ജനവിരുദ്ധമാണ്. ഈ 19 MP-മാർക്കുമെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ ബില്ല് ഏതായാലും ലോകസഭയിൽ പാസ്സാക്കാൻ വേണ്ടി പോകുന്നു. ലോകസഭയിൽ ബില്ല് പാസ്സാക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ UDF-ന്റെയും LDF-ന്റെയും 19 MP-മാരുടെ കോലം പരസ്യമായി കത്തിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രതിഷേധത്തിന് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ 19 MP-മാരുടെയും ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും ക്രിസ്ത്യൻ സഭകളുടെയും തിണ്ണ നിറങ്ങി അവരുടെ വോട്ട് വാങ്ങി മുസ്ലിം മതമൗലികവാദികളുടെ കക്ഷത്തിലേക്ക് തലവെച്ചു കൊടുത്ത 19 MP-മാരുടെയും തനിനിറം കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വലിയ പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആദ്യത്തെ സമരം എന്നുള്ളവർക്ക് MP-മാരുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഈ മാർച്ച് നിശ്ചയിച്ചിട്ടുള്ളത്.